വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നശിക്കുകയും മറ്റു വസ്തുവകൾ നശിക്കുന്നതിനൊപ്പം ജീവനോപാധികൾ നഷ്ടമായ ഒരുപാട് പേരുണ്ട്. സുമനസ്സുകളുടെ കൈത്താങ്ങുണ്ടായാൽ അവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന അവസ്ഥയിലുമാണ്. ഇത്തരത്തിലൊരാളാണ് നമ്മോടൊപ്പമുള്ളത്. ചൂരൽമല സ്വദേശിയായ മുഹമ്മദ് അലി. അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. അദ്ദേഹം നിരവധി ആളുകളെ രക്ഷപ്പെടുത്തിയ ശേഷമാണ് ആ ദുരന്തഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്തത്. എന്തായാലും നമുക്ക് മുഹമ്മദ് അലിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും. എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. ചൂരമല ടൗണിൽ തന്നെ നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് പെട്ടെന്ന് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഓട്ടോറിക്ഷയും വീടൊക്കെ നഷ്ടമായത്. നമ്മളെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഭാര്യ അമ്മായി അവരൊക്കെയാണ് ഉള്ളത്. അവരൊക്കെ പോറ്റുന്ന ഒരു മാർഗ്ഗം തന്നെയായിരുന്നു, വേറെ ഒരു മാർഗ്ഗം നമുക്കില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓട്ടോറിക്ഷയും കാര്യങ്ങളും നഷ്ടമായി. നിങ്ങൾ ഈ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഇങ്ങനെ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി? വീട്ടിൽ ഞാൻ ഉമ്മ ഉപ്പ അവരൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഉരുൾപൊട്ട് വന്ന സമയത്ത് തന്നെ നമുക്ക് ആ സമയത്താണ് നമ്മൾ നീക്കുന്നത്. അപ്പോൾ ഫുൾ ചളിയും കാര്യങ്ങളും നിറഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഉമ്മാനും ഉപ്പാനൊക്കെ മൂത്താപ്പാൻ്റെ വീട് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് ഇവരെല്ലാവരും ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അവരെ ടെറസിൽ കയറി നിൽക്കുകയായിരുന്നു. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നമ്മളെ വീട് മൊത്തം ഒലിച്ചു പോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വണ്ടി നഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. നമ്മൾ ആകെ ലോക്കായി പോയി. അവിടെ ഇപ്പുറത്ത് കൂടെ പുഴ ഒഴുകുന്നുണ്ട്, ഇപ്പുറത്ത് കൂടെ ഉരുൾപൊട്ടി പോവുക. നമ്മളൊരു ദ്വീപ് പോലെ അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്ക്യൂ ടീം വന്നിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അതുവരെ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഈ ക്യാമ്പിലെ ജീവിതം ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദിച്ചിട്ടായിരിക്കും? അതെ, ഗവൺമെൻറ് വീട് വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കാലം നമുക്ക് നിൽക്കണം എന്ന് അറിയില്ല. അപ്പോൾ കുറേ കാലം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു വാടക വീട് നോക്കിയിട്ടുണ്ട്, അവിടേക്ക് മാറണമെന്നുണ്ട്. മാറുമ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ തരാമെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ കിട്ടിയാൽ അല്ലെ പണിയെടുത്ത് എന്ത് സാധനം കിട്ടിയാലും നമുക്കൊരു ജീവിതമാർഗം വേണമല്ലോ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ പറ്റും. പുതിയ വണ്ടി കിട്ടിയാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടല്ലേ, അതും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമായിരിക്കും അല്ലേ പഞ്ചായത്തിനോട്? അതെ, പെർമിറ്റിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ ഓടിയ ചൂരമല സ്റ്റാൻഡിലായിരുന്നു. അപ്പോൾ പുതിയ വണ്ടി കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാൻഡിൽ ഓടാൻ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള മാർഗം കൂടെ കാണേണ്ടി വരും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത്. ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ജീവിതമാർഗം കൂടെ ഉണ്ടെങ്കിൽ കുടുംബത്തിന് ചില വഴിയാണ്. അതെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ജീവിതമാർഗം ഇല്ലാതെ അങ്ങനെ നിൽക്കേണ്ടി വരും. സ്വന്തം നിലയ്ക്ക് ഒരു ഓട്ടോ വാങ്ങാനുള്ള ശേഷിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. ഇത് ഒരുപാട് പേര് ഇത്തരത്തിലുണ്ട് മുഹമ്മദ് അലിയെ പോലെ. കാരണം ഒരു ചെറിയ കൈത്താങ്ങ് സുമനസ്സുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ വാടക വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തമായൊരു ജീവനോപാധി കയ്യിലുണ്ടാവും. ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്ന ആളാണ്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഓട്ടോറിക്ഷയാണ്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. സുമനസ്സുകൾ സഹായിച്ചാൽ ആ കുടുംബത്തിന് ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.